അമ്മേ കാപ്പി തയ്യാറായോ? ആയി മോളെ. നീ വിളക്ക് വെച്ച് കഴിഞ്ഞു? കഴിഞ്ഞമ്മേ. മോളെല്ലാവർക്കും കാപ്പി കൊണ്ടുകൊടുക്കും. My dear friends, good morning. അച്ഛാ കാപ്പി. മോളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ വീട്ടുജോലിയൊക്കെ ചെയ്തതെന്ന്? ഇവിടുത്തെ വേലക്കാരൊക്കെ എവിടെ? അവരെ കുറ്റപ്പെടുത്തണ്ട അച്ഛാ. എല്ലാം ഞാൻ അറിഞ്ഞോണ്ടാ ചെയ്യുന്നത്. വീട്ടുജോലികൾ വീട്ടിലുള്ളവർ ചെയ്താൽ എന്താ? അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ വരുന്നു മോളെ. വക്കീൽ സാർ, വക്കീൽ സാർ, വക്കീൽ സാർ. ഗുഡ് മോർണിംഗ്. കോഫി. എന്നെ നേരത്തെ വിളിക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ചേട്ടൻ കിടന്നപ്പോ 2 മണി കഴിഞ്ഞില്ലേ? കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെന്ന് വെച്ചു. ഉറക്കത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യത്തിനാണ് എനിക്ക് പോകേണ്ടത്. ഓ, അത്രയ്ക്ക് വലിയ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? കോടതിയിൽ തന്നെ കിടന്നുറങ്ങിയാ പോരെ? പോകേണ്ടത്. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? ആരെ ആരെന്ന്? SI അദ്ദേഹത്തിന്റെ ഒരു നോട്ടപ്പുള്ളിയാണേ. കാപ്പിയും കൊണ്ട് വന്നതാ. ഓ, മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കുകയല്ല, കീപ്പിയും കൊണ്ട് വന്നേ. സാറേ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉറക്കമാണോ? നീ പോടി. സമയത്രായി? 7. കാപ്പി പൊടി. നിന്റെ ഒരു കാപ്പി. ഈ കള്ളന്മാരുടെയും കൊലപ്പുള്ളികളുടെയും കൂടെ ഒക്കെ ഇടപെട്ട് കൊച്ചേട്ടിന് വീട്ടിൽ വന്നാൽ അതേ സ്വഭാവമാ. ഇത് പോലീസിന്റെ സ്വഭാവം തന്നെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? വരാം മാഡം. വരാമെന്ന് പറഞ്ഞാൽ പോരാ, വാക്ക് പാലിക്കണം. ലക്ഷ്മി, ഞാൻ എപ്പോഴെങ്കിലും വാക്ക് പാലിക്കാതിരുന്നെങ്കിൽ അത് നിന്നോട് മാത്രമാണ്, മനഃപൂർവ്വമല്ല. എന്റെ ഡ്യൂട്ടിയെ കുറിച്ച് നിനക്കറിയാമല്ലോ. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടി നോക്കുന്ന പോലെ തന്നെ കുടുംബത്തിലും ചില ഡ്യൂട്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. കുടുംബത്തിന്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് നോക്കിയത് കൊണ്ടല്ലേ മിടുമിടുക്കരായ 3 മക്കൾ. അയ്യോ, പിള്ളേർ അപ്പുറത്തുണ്ടെന്ന്. ഞാൻ പോകുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? യുവർ ഓണർ, പ്രായപൂർത്തിയായിട്ടും വിവാഹത്തിന് സമ്മതിക്കാതെ ഒരു കാമുകിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്ന ഭയങ്കരനാണ് ഈ പ്രതി. അവളുടെ ഒരു യുവറാണ്. ഊരി വെക്കാനാണ് രാവിലെ അവളുടെ ഒരു കളി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലായി. എന്നും നേരം മനസ്സിലാവില്ല. പോയി. നിനക്കിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിയാണല്ലേ? അതെ ചാ. കള്ളക്കടത്തുകാർക്ക് ആയുധം ഉണ്ടായി കൊടുക്കുന്ന ഒരു റൗഡിയുണ്ട്, തീപ്പൊരി തങ്കപ്പൻ. അവനൊരു അറസ്റ്റ് വാറന്റുണ്ട്. എന്റെ പ്രജയായതുകൊണ്ട് എനിക്ക് തന്നെ ഡ്യൂട്ടി. തങ്കപ്പന് മുൻകൂർ ജാമ്യം എടുക്കാനാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. പിന്നെ എങ്ങനെ അവൻ അറസ്റ്റ് ചെയ്യുന്നത്? ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളെ നിനക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. പക്ഷെ അവന് വേണ്ടി ഇടപെട്ടിരിക്കുന്നത് മിസ്റ്റർ അലക്സാണ്ടർ. അലക്സാണ്ടർ? അതാര്? ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. ഏത് സ്റ്റാറുകാരനായാലും ശരി, അവനെ ഇന്ന് അകത്താക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട് വരികയല്ല. എടാ, ഞാനാണെങ്കിൽ നീ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ കോർട്ടിൽ ഓർഡർ കാണും. എടാ മോനെ, നിന്റെ ഈ വേഷം യുക്തിയുടേത് മാത്രമാണ്. നീ വിചാരിച്ചാൽ ചിലപ്പോ നിരപരാധികളെ കഴുകുമരത്തിലേറ്റാനും കൊലപാതകളെ വിട്ടയക്കാനും കഴിയും. പക്ഷേ എന്റെയും ഇവന്റെയും വേഷം യുക്തിയും ശക്തിയും ചേർന്നതാണ്. നിന്റെ മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അതിന് ഞങ്ങളുടെ മുമ്പ് ചിലപ്പോ ഒരു ചിലന്തി വലയുടെ ബലം പോലും ഉണ്ടാവില്ല. അച്ഛൻ എപ്പോഴും ഇളയമോന്റെ വശത്താണല്ലോ. ശരി, യുവന്മാർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ? എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അച്ഛൻ തന്നെ വേണ്ടേ? നിന്നെ അല്ലേടി മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. സമയം എത്രയായെന്നറിയാമോ? ഞാൻ പോട്ടേച്ചാ. ഞാൻ വരട്ടെ. അങ്ങനെ തനിയങ്ങ് പോയാലോ? ഓ, സത്യമ്മേ.
ബൈ. ശോഭേ, മാടി. റാണി, നീ ഞങ്ങളുടെ കൂടെ പോരുന്നാ നല്ലത്. ഞാൻ വരാലോ. ഈ രണ്ട് പ്രതികൾക്കും ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെച്ച് തക്കതായ ശിക്ഷ കൊടുക്കുന്നവരെ ഞാൻ കൂടെ തന്നെ വേണം. ഒന്ന് കൂടി. ഞാൻ വരട്ടെ. പടി നമുക്ക് വാ. പണിയാൻ കഴിയുന്നു എന്താണെന്ന് തങ്കപ്പൻ ചേട്ടാ, പട്ടിണി കിടന്ന് ശരീരം തളർന്നതുകൊണ്ടാ കൂടം കയ്യിന്ന് വഴുതി പോയത്. എടുത്തോട്ട് പോടാ. അച്ഛാ, നീ എന്നടാ റൗഡി തങ്കപ്പൻ? ഞാൻ തങ്കപ്പനാണ്, പക്ഷെ റൗഡിയല്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ പല ഏമാന്മാരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എടോ, ഇവനെ ജീപ്പിക്കട്ടെ.
Doesn't matter. Come on.